നമസ്കാരം. പുതിയ ലോകക്രമത്തിനായുള്ള പടയൊരുക്കത്തിലാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പതിവിന് വിപരീതമായി റഷ്യയുടെ ഉക്രൈൻ അധിനിവേശത്തിൽ റഷ്യയ്ക്ക് അനുകൂലമായ തീരുമാനങ്ങളും ഗാസയിൽ പലസ്തീനികളെ ഒഴിവാക്കാനുള്ള പദ്ധതികളും ട്രംപ് മുന്നോട്ട് വെക്കുന്നുണ്ട്. പിന്നാലെ വെനിസ്വേലയുടെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോകുന്നു, ഇപ്പോൾ ആണവ പദ്ധതി പുനരാരംഭിക്കുന്നു എന്ന ആരോപണവും ഉയർത്തി ഇറാനു നേരെ തങ്ങളുടെ കപ്പൽപ്പട അയച്ചിരിക്കുകയാണ് ട്രംപ്. ഏതോ നിമിഷം സേന ഇറാനെ ആക്രമിക്കും എന്ന ആശങ്കയിലാണ് ലോകവും. ഇറാനെ ലക്ഷ്യം വെച്ച് തങ്ങളുടെ ഒരു ആയുധ സേന യുഎസിലുണ്ട് എന്നും അത് ഇറാനെ ലക്ഷ്യം വെച്ച് നീങ്ങുകയാണ് എന്നും ബുധനാഴ്ച പ്രസിഡന്റ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അത് ഉപയോഗിക്കേണ്ടി വരില്ല എന്നും പ്രതീക്ഷിക്കുന്നതായാണ് ട്രംപ് ഇറാനിലെ പ്രതിഷേധക്കാരെ കൊല്ലുകയോ ആണവ പദ്ധതി പുനരാരംഭിക്കുകയോ ചെയ്യരുത് എന്ന് ഇറാന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. എന്തായാലും ഇറാനെ ഭയപ്പെടുത്തി യുഎസുമായി ഇനി ഒരു കരാറിലെത്താനുള്ള ശ്രമത്തിലാണ് ട്രംപ് എന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇതിനിടെയാണ് തങ്ങൾ മിസൈൽ ശേഷി വർദ്ധിപ്പിച്ചു എന്നും യുഎസിനെതിരെ ഇതുവരെ കാണാത്ത വിധത്തിലുള്ള തിരിച്ചടി നൽകുമെന്നും ഇറാൻ പ്രതികരിച്ചിരിക്കുന്നത്. ഇറാനിയൻ സർക്കാരിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു എന്നായിരുന്നു ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ് പറഞ്ഞത്. സംഘർഷ സാധ്യതയെ കൂടുതൽ സങ്കീർണമാക്കി. യുഎസിന്റെ ഇറാൻ നീക്കത്തെ ഫ്രാൻസ് പിന്തുണച്ച് രംഗത്തെത്തിയോടെ സംഘർഷ സാധ്യത വർദ്ധിപ്പിച്ചു. ഇതോടെ ഇറാന്റെ IRGCയെ തീവ്രവാദ സംഘടനകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ യൂറോപ്യൻ യൂണിയൻ ഒരുങ്ങുന്നതായെന്ന വാർത്തകളാണ് പുറത്തുവന്നത്. സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുന്ന ലക്ഷണങ്ങൾ കാണിക്കാത്തതിനാൽ ഇറാനിൽ വീണ്ടും പ്രതിഷേധങ്ങൾ ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നതായാണ് US സ്റ്റേറ്റ് സെക്രട്ടറി വ്യക്തമാക്കിയത്. എന്നാൽ ശത്രുവിന്റെ ഏതൊരു ഭീഷണിക്കും മുന്നിൽ തങ്ങൾ ഒരുങ്ങില്ല, അല്ലെങ്കിൽ തങ്ങളെ ഒതുക്കാൻ കഴിയില്ല എന്നായിരുന്നു ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ മുന്നറിയിപ്പ്. രാജ്യത്തിന് നേരെയുള്ള ഏതൊരു ആക്രമണത്തിനും ഉടനടി ശക്തമായി പ്രതികരിക്കാൻ സായുധ സേന സജ്ജമാണ് എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറജി വ്യക്തമാക്കിയത്. യുഎസിൽ നിന്നുമുള്ള ഏതൊരു ആക്രമണത്തെയും യുദ്ധത്തിന്റെ തുടക്കമായി കണക്കാക്കുമെന്നാണ് ഇറാൻ പരമോന്നത നേതാവിന്റെ മുതിർന്ന ഉപദേഷ്ടാവായ അലി ഷംഖാനി വ്യക്തമാക്കിയത്. ഇറാനിലെ പ്രതിഷേധങ്ങൾ അടുത്തിടെ കൊല്ലപ്പെട്ട എല്ലാവരുടെയും പേരുകളും വിശദാംശങ്ങളും ഉടൻ പരസ്യമാക്കുമെന്നും പ്രസിഡന്റ് ഓഫീസിലെ ഒരു ഇറാനിയൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഗൾഫ് മേഖലയിൽ നിന്നും ഇറാൻ ആക്രമണത്തിന് യുഎസിന് ലഭിക്കുന്ന പിന്തുണ കുറഞ്ഞു വരികയാണ് എന്നാണ് റിപ്പോർട്ട്. ഇറാനെതിരെയുള്ള നടപടികൾക്ക് എയർ സ്പേസ് അനുവദിക്കില്ല എന്ന് UAEയും സൗദിയുടെയും നിലപാട് യുഎസിനും യൂറോപ്യൻ രാജ്യങ്ങൾക്കുമുള്ള മുന്നറിയിപ്പ് കൂടിയാണ്. തങ്ങളുടെ സമുദ്ര അതിർത്തിയും കരയും യുദ്ധത്തിനായി അനുവദിക്കില്ലെന്നും ആക്രമണത്തിന് ഒരു സഹായവും നൽകില്ല എന്നുമാണ് UAE വ്യക്തമാക്കിയിരിക്കുന്നത്. പരമാധികാരത്തെ ബഹുമാനിക്കുന്നതും നയതന്ത്ര പരിഹാരവുമാണ് ഈ സമയത്ത് ആവശ്യം. തങ്ങളുടെ വ്യോമാതിർത്തിയോ ഭൂപ്രദേശമോ യുദ്ധത്തിന് ഉപയോഗിക്കാൻ അനുവാദം നൽകില്ല എന്നാണ് സൗദി അറേബ്യയുടെ കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാൻ വ്യക്തമാക്കിയത്. ഇറാൻ പ്രസിഡന്റ് പെഷഷ്കിയാനുമായി നടത്തിയ സംഭാഷണത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഇറാനുമേൽ അമേരിക്കൻ ആക്രമണം ഉണ്ടാകുമെന്ന ആശങ്കകൾക്കിടയിലാണ് UAEയും സൗദിയും തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കിയത്. എന്തായാലും ഇത് ഏതാണ്ട് 6000 മുതൽ 15000 ഇടയിൽ ആളുകൾ ഇറാനിൽ നടന്ന ഭരണകൂട പ്രതിഷേധത്തിനിടയിൽ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ. ഈ റിപ്പോർട്ടുകൾക്ക് ശരിക്കും ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല.